ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ sptechvlogs. ഇന്നത്തെ വീഡിയോയിൽ ഒരു CCTV സിസ്റ്റത്തിൻ്റെ DVR അല്ലെങ്കിൽ NVR ഓൺ ചെയ്യുമ്പോൾ നോ സിഗ്നൽ നോ ഇൻപുട്ട് വീഡിയോ എന്നൊരു ട്രബിൾ ഷൂട്ട് വരുമ്പോൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ CCTV സിസ്റ്റത്തിൻ്റെ റെസൊല്യൂഷനും TV മോണിറ്ററിൻ്റെ റെസൊല്യൂഷനും മാച്ച് ആവാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എറർ മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളൊരു CCTV സിസ്റ്റം DVR അല്ലെങ്കിൽ NVR ഓൺ ചെയ്യുമ്പോൾ അവരുടെ ലോഗോ കാണിക്കുകയും അതിനുശേഷം ഇൻപുട്ട് നോട്ട് സപ്പോർട്ടഡ്, നോ സിഗ്നൽ എന്നീ എറർ കോഡുകൾ വരും. അതിനർത്ഥം നമ്മുടെ ഡിവൈസിൻ്റെ റെസൊല്യൂഷൻ മോണിറ്ററുമായി മാച്ച് ആവാത്തത് കൊണ്ടാണ്. അത് ശരിയാക്കാനായി നമുക്ക് ഡിവൈസിൻ്റെ IP അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. മോണിറ്റർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് സെയിം ലാനിലെ വേറൊരു കമ്പ്യൂട്ടറിലാണ് നമ്മളിത് ചെയ്യുന്നത്. IP അഡ്രസ് കണ്ടുപിടിക്കാനായി നമുക്ക് SADP ടൂൾ ഡൗൺലോഡ് ചെയ്യണം. അതിനായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ SADP ടൂൾ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ SADP ഹൈ ടൂൾസ് ഹൈക്വിഷൻ എന്ന ആദ്യം കാണുന്ന ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക. അവിടെ SADP റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ആവുന്നത് കാണാനായി റൈറ്റ് സൈഡിലെ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആവുന്നത് കാണാം. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ CCTVയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഷോ ഇൻ ഫോൾഡർ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ്സിൽ സോഫ്റ്റ്വെയർ എന്ന് കിടക്കുന്നത് കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഡ്രൈവ് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് കൊടുക്കുക. അതിനുശേഷം ബ്രൗസർ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത SADP ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അവിടെ ഒരു ഡിവൈസ് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ CCTV ഡിവൈസാണ്. ഡിവൈസ് സെലക്ട് ചെയ്ത് IP അഡ്രസ് നോട്ട് ചെയ്ത് വെക്കുക. 192.168.1.11 എന്നീ IP അഡ്രസ്സാണ്. IP അഡ്രസ് നോട്ട് ചെയ്ത ശേഷം സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന സോഫ്റ്റ്വെയർ ആണ്. അത് എല്ലാ കമ്പ്യൂട്ടറുകളിലും ഉള്ള ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക. ആ മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ മുന്നേ നോട്ട് ചെയ്ത് വെച്ച IP അഡ്രസ് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് ലോഗിൻ ഹോം പേജ് വരും. താഴെ ഒരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അലോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഡിവൈസിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ മെയിൻ മെനു ഇൻ്റർഫേസ് ഓപ്പണായി വരും. തൽക്കാലം നമ്മൾ ഇതിൽ ക്യാമറകളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഇനി ആ റൈറ്റ് സൈഡിൽ കാണുന്ന കോൺഫിഗറേഷൻ എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഡിവൈസ് ഇൻഫർമേഷൻ പേജ് ഓപ്പണായി വരും. ലെഫ്റ്റ് സൈഡിൽ ഇവൻറ്റുകളും റൈറ്റ് സൈഡിൽ ഡിവൈസ് സീരിയൽ നമ്പറും ഫേംവെയർ വേർഷനും എല്ലാം കാണാം. ഇനി റൈറ്റ് സൈഡിലുള്ള മെനു ഔട്ട്പുട്ട് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ VGA HDMI റെസൊല്യൂഷൻ എന്ന ഓപ്ഷൻ കാണാം. അതിൽ 1080p റെസൊല്യൂഷനിലാണ് നമ്മുടെ ഡിവൈസ് ഉള്ളത്. ആ റെസൊല്യൂഷനിൽ നമ്മുടെ മോണിറ്റർ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എറർ നമുക്ക് വന്നത്. അത് മാറ്റിക്കൊടുക്കാനായി ആ റെസൊല്യൂഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 4-5 സൈസിലുള്ള റെസൊല്യൂഷൻസ് കാണാം. അതിൽ നമ്മുടെ മോണിറ്ററിന് സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് അതിനുശേഷം സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് റീബൂട്ട് ആവുന്നതായി കാണാം.
ആ റെസൊല്യൂഷൻ സെറ്റായോ എന്ന് ചെക്ക് ചെയ്യാൻ വീണ്ടും യൂസർ നെയിമും പാസ്വേഡും ലോഗിൻ ചെയ്ത് മെനു ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ സെറ്റ് ചെയ്ത റെസൊല്യൂഷൻ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിവൈസ് DVR NVRൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓണായി ഡയറക്റ്റായി ഹോം പേജിൽ പോയിട്ടുണ്ട്. ഇത്തവണ നോ സിഗ്നൽ എന്ന ട്രബിൾ ഷൂട്ടുകൾ കാണാൻ സാധിച്ചില്ല. ഇനി നമുക്ക് മെയിൻ മെനു ഓപ്പൺ ചെയ്ത് നോക്കാം. നിലവിൽ ക്യാമറകളൊന്നും കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ക്യാമറ വിഷ്വൽസ് കിട്ടാത്തത്. CCTV ട്രബിൾ ഷൂട്ടിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ CCTVയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട് SP.